അസ്സലാമു ചങ്ങന്മാരെ, ഞാൻ നിങ്ങളെ സ്വന്തം പോകും. നമ്മളെ ഇന്നത്തെ യാത്ര എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ചാത്തല്ലൂർ എന്ന സ്ഥലത്തേക്കാണ്. അപ്പം നിങ്ങൾ വിചാരിക്കണം, ഈ ചാത്തല്ലൂർ അവിടെ എന്താ പറഞ്ഞത്? അവിടെ നമ്മൾ കാണാനുള്ള സ്ഥലമുള്ളത് നമ്മുടെ ബ്രസീലെന്ന് കേട്ടിട്ടുണ്ട്. ഈ ബ്രസീലിൽ കാണുന്നൊരു ആമസോൺ കാടുണ്ട്. ആ കാട്ടിലൊരു റിവർ ഒഴുകുന്നുണ്ട്, ഒരു ഷേപ്പിലൊരു രൂപം വരുന്നു. അങ്ങനെ ഒരു പ്രതിഭാസം ഇതാ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ചാത്തല്ലൂരുണ്ട്. ഒരു മലമുകളിൽ നിന്ന് കാണാൻ നമ്മൾ അതിനാണ് കേട്ടോ ഈ വണ്ടിയും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേരുടെ സ്റ്റോറിയും സ്റ്റാറ്റസും ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ട് ഒരു ഹരം പിടിച്ചിട്ട് നല്ലൊരു രസം തോന്നിയിട്ട് നമ്മൾ പോവാട്ടോ. എന്താ അവസ്ഥ എന്ന് ഒരു വീഡിയോ ഇല്ല. പോണ വഴിക്ക് നമ്മളിതാ ഈ ഹോട്ടലിൽ കയറിയിട്ട് അവിടെ നിറച്ചും ചിക്കൻ ബിരിയാണി തട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ഫുൾ ചിക്കൻ ബിരിയാണി തട്ടിയിട്ടാണ് നമ്മളീ പോക്കെ. ഗൂഗിൾ മാപ്പ് ശരണം പറഞ്ഞിട്ടാണ് നമ്മളീ പോക്ക് കേട്ടോ. ഗൂഗിൾ മാപ്പ് ഇടും, അപ്പം തന്നെ നമ്മൾ വീഡിയോ ഓണാക്കി വെച്ച് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് സംശയമാണ്. എന്നാലും നമുക്ക് പോയോക്കാം. എനിക്കല്ല, അവിടെ പോണ വഴി ഇതുവരെ ആരും ഇങ്ങനെ വിട്ടിട്ടില്ലടാ. കേട്ടോ കാണിക്കണതിൻ്റെ അടിയുണ്ട്. അവര് സത്യം മാപ്പിൽ സംഗതി അറിയിപ്പിട്ട് എന്ന് പറഞ്ഞ കാണിക്കണേ. അപ്പൊ ഇതിന്റെ മുകളിൽ എവിടെയോ ആണ്. എല്ലാരും ആ വ്യൂ പോയിന്റ് മാത്രം ഇടുന്നുള്ളൂ അല്ലേ? കാണുന്ന വ്യൂ സംഗതി വെളിയിലേ ഞാനറിയാം എന്താ കിട്ടില്ല. ബ്രേക്കില്ല കുതിരതിന് നിർത്തി അവിടുന്ന് തന്നെ വലിപ്പിക്കണേനാ. അവിടുന്ന് തന്നെ വലിപ്പിക്കണേനി. സൈഡ് തട്ടി തട്ടിച്ചതാണ്, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ അവരെ ഇറക്കണ്ടേ? ഇതൊറ്റക്ക് കയറ്റിക്കോ അതല്ലേ. അപ്പൊ ഈ ആക്റ്റീവ് സ്കൂട്ടർ എടുത്ത് തരുന്നവരൊക്കെ എങ്ങനെ കയറിണ്ടാവോ? പറ്റിയിട്ടൊന്നുമില്ല. സ്ലിപ്പാണ്ട്. അവിടെ ഇതെന്താടാ കളി ഉണ്ടാകണ്ട. കയറിക്കോ. അതാ പോകുന്നു. ഇനി ഞാൻ നടക്കട്ടെ. ഉണ്ടല്ലോ ആമസോൺ വ്യൂ പോയിന്റിക്ക് വരുന്ന വഴി ബൈക്കേറ്റ് വരുന്ന വഴി തന്നെ വല്ല പിടുത്തില്ല. ഇതിൻ്റെ അവിടെ നടുവിലെത്തിയപ്പോൾ പറഞ്ഞ് യുവർ അറൈവ്ഡ്. ഗൂഗിളിൽ നോക്കി വഴി വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു. ഇവിടെ നിന്ന് ഉണ്ടല്ലോ. പക്ഷേ ആക്റ്റീവ് വരെ കയറിപ്പോണ്ട്. ആക്സസും ആക്റ്റീവും ഒക്കെ കയറിപ്പോണ്ട്. നമ്മളെ വണ്ടിക്കാ പ്രശ്നം. ഇറങ്ങുമ്പോ നല്ലൊരു പോക്കേ കളിച്ചു. ബ്രേക്ക് ഉണ്ട് ശരിക്കും ഇതിന്. അപ്പൊ ഇറങ്ങുമ്പോ നടക്കേണ്ടിരോ? ഈ ഇറങ്ങി കയറ്റം നമ്മളൊന്ന് തന്നു. ഇവിടെ ഒന്ന് ഒരു അമ്പ് ഞാൻ ഇറങ്ങാം. ഇപ്പൊ തന്നെ പോയി പോകുന്നുണ്ട് കേട്ടോ. നീ കയറ്റിക്കോ, അതായിരിക്കും നല്ലത്. ഡെസ്റ്റിനേഷൻ എത്തിയെന്ന് പറഞ്ഞാലും അവിടുന്ന് ഒരു 4 കിലോമീറ്റർ മാത്രം വണ്ടിമേ കയറണ്ടാവും. ഇങ്ങനത്തെ ഓരോ കയറ്റുകളെ ഞങ്ങൾ വണ്ടി വെച്ചാൽ കുറേ പഴക്കമുള്ള വണ്ടിയാണ്. പൾസറൊക്കെ ആണെങ്കിലും എൻ്റെ ഒരു വെയിറ്റ് വെച്ചിട്ട് വണ്ടി കയറണേ. ഞാൻ നടക്കുക, അപ്പോൾ വണ്ടി കയറ്റി കൊണ്ടേക്കണേ. കയറ്റാൻ കയറി കഴിഞ്ഞു. ഇവിടെ അങ്ങനെ വണ്ടിയൊക്കെ എവിടെ ഉണ്ട്. ഞാൻ വണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങുമെന്നാണ്. ഇതൊന്നുമല്ല, ഇനിയും കയറാണ്ട് ഇഷ്ടം പോലെ. ചെന്നോക്കെ എത്രത്തോളം പറ്റുമോ ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ച് കയറും. കണ്ടോ ഇവിടെ നല്ല വ്യൂ കയറും കേട്ടോ. വണ്ടി കയറായ്മയൊന്നുമില്ല, പക്ഷെ ഞങ്ങളെ വണ്ടി കയറുന്നില്ല. ഇവിടെ നല്ല വ്യൂ ഉണ്ടല്ലേ. ഇനി മുകളിലേക്ക് എത്തി അങ്ങനെ വ്യൂ എന്ന് അറിഞ്ഞൂടാ. മക്കളെ എത്രയും കയറി ഇവിടെ. ഇനി ഇവിടെ നിന്ന് 1/2 കിലോമീറ്ററിലെന്നൊക്കെ പറഞ്ഞു.
ഇപ്പോൾ അതൊക്കെ വണ്ടി നിർത്തിയാണ്. നമ്മളെ വണ്ടി കിട്ടുകയാണെങ്കിൽ ഇവിടെ കയറ്റിയിടേ അല്ലേ അല്ലേ? വണ്ടി എടുക്കാൻ പറ്റിയെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ചവിട്ടിയിട്ടാൽ പുള്ളി ചളിയെന്ന് പറഞ്ഞു. ചെന്നോക്കട്ടെ. ഏതോ ഒരു മലേൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. ഏതൊരു ഗുരുപ്പേർ 3 കിലോമീറ്ററൊക്കെ ഉണ്ടല്ലോ. ഇതിപ്പോൾ വണ്ടി പോകണ്ടില്ല. അത് എന്ത് വണ്ടീന്? മരത്തിൻ്റെ വണ്ടിയോ എന്തോ ഒരു മരമോ എന്തോ കഷ്ണം കൊണ്ടാണ് ഒരു ഫുള്ളോട് വണ്ടി കൊണ്ട് പോയായിരുന്നു. ആ വണ്ടീൻ്റെ കാൽപ്പാടപ്പോൾ ഈ കൂടെ ഉള്ള ആ വണ്ടി വേൽപ്പിച്ച ലോഡ് വെച്ചില്ലേ. ഇവിടുന്ന് അവിടെ സ്കൂട്ടറും പോകില്ല, ഒന്നും പോകില്ല, ബൈക്കോ ഒന്നും പോകില്ല, നടക്കണേ. മറ്റേത് പോയില്ല, ജീപ്പ് ഓഫ് റോഡ് വണ്ടിയൊക്കെ പോകില്ല. എസ് പ്ലസ് ഒക്കെ മറ്റേ എൻ്റെ എസ് പ്ലസ് ബൈക്ക് സംഗതിയൊക്കെ അതൊക്കെ വേണമെങ്കിൽ നോക്കാം. ഓഫ് റോഡ് ട്രൈ ഉള്ളവർക്ക് അവിടെ പിടിച്ചാണ്ട് കയറാണെങ്കിൽ നല്ലതാ. ആമസോൺ വ്യൂ പോയിൻ്റ് എന്ന് കേട്ടിക്കണ്, കുറേ കണ്ടിക്കണ് റീലും ഫോട്ടോയിലൊക്കെ. അതാകെ ആ ടോപ്പിലെത്തിയിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് എല്ലാവരും ഇടുന്നുള്ളൂ. ഈ പോണ വജ്ജോ കുജ്ജോ ആരും കാണിക്കണില്ല. എങ്ങനെ ഉണ്ട് ഫസ്റ്റായിട്ട് വരുന്നവർക്ക്? അല്ലെങ്കിൽ പറഞ്ഞ എക്സ്പീരിയൻസ് നിങ്ങൾ വേണം. പറഞ്ഞ പോലെ ഫുള്ളും പറഞ്ഞത് കയറാൻ പറ്റില്ല, കാട് വെട്ടി പോകണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു വജ്ജിൻ്റെ കാര്യം ആരും പറഞ്ഞതുമില്ല. എൻ്റെ കയ്യിലും ഉണ്ടോടാ ക്ലിയർ. അങ്ങ് മഞ്ഞ് കൂടൽ തുടങ്ങിയില്ലേ? നമ്മൾ വരുമ്പോൾ ഈ മഞ്ഞ് കൂടണിയല്ലോ. എടാ ഉണ്ടടാ. ആരും ബൊലേറേൻ്റെ ആ ലോറി പോയ വജ്ജാണ് നമ്മൾ കയറി പോണത് കേട്ടോ. ഇനി എത്ര പോകാണ്ടെന്ന് അറിയില്ല, എവിടെ വരെ എത്തുമെന്ന് അറിയില്ല. നമ്മളങ്ങനെ നടന്നു നോക്കാം, എവിടെയെങ്കിലും എത്തിയാലോ. ഇവിടുന്ന് കയറി വന്നാൽ കാണാൻ രസമുണ്ട്. ഈ വണ്ടി എങ്ങനെ പഠിച്ചാലും ഇവിടെ എത്തിയാവോ? ഒരു ടീ ഷോപ്പിന് എന്തോ കാണുന്നുണ്ട്, ആരോ ഇങ്ങോട്ടാണ് കാണിക്കണേ. അപ്പോൾ പോയി നമുക്കും പോയേക്കാം. ആ ചായക്കടയൊക്കെ ഉണ്ടല്ലേ? അവിടെ കിടക്കട ഞങ്ങളുടെ പോവാം. കടേൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ വിട്ടാൽ ഇങ്ങനെ പോകണം. സൈഡിലൊക്കെ ഇങ്ങനെ ഒരു റബ്ബർ തോട്ട സംഗതി. നമ്മളിങ്ങനെ പോകുന്നു. പോയി 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 വാ എത്തി മക്കളെ, എത്തി. ഇതാണ് ആമസോൺ വ്യൂ പോയിന്റ്. ഒന്ന് കുറച്ചും കൂടെ നമ്മൾ അടിയിലേക്ക് ഇറങ്ങി നോക്കാം. നോക്കാം നിങ്ങൾ ഈ ഒരു വ്യൂ കാണാൻ അത്രയും കഷ്ടപ്പെട്ട് കയറി വന്നത് എന്താ അല്ലേ? ഇപ്പോൾ മഞ്ഞ് മൂടിയാണ്, വല്ലാതൊരു വ്യൂ ഇല്ല, എന്നാലും കാണാൻ രസമുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് മുകളിൽ കയറി വെക്കണം. കുറച്ച് നമ്പൂരാനെ പിടിച്ചോളേ. എടാ അയ്യ അങ്ങനെ കയറി തീമേ. അയ്യോ അയ്യോ ഡാ ഇങ്ങ് ബാ ഇങ്ങ് ബാ ഇങ്ങ് ബാ ഇങ്ങ് ബാ. എന്നെ ഒന്ന് കയറ്റി കാട്ടിക്ക. അപ്പോൾ നടന്നു നോക്കാം. ഇത് റബ്ബർ വെട്ടാരെ പോകണ വയ്യാണോ പാവം? എന്നാലും മേടിക്കാമല്ലോ. ചെങ്ങന്മാർ ഈ റീലിൻ്റെ സംഗതി കാരണം പാറൊക്കെ അപ്പം ഇവിടെ കാണിക്കണാവോ? ഇതിൻ്റെ മുകളിലേക്കും വച്ചോ. അൽഹംദുലില്ലാ എത്തിട്ടോ. വ്യൂ പോയിൻ്റ് കണ്ടു. മാഷാ അല്ലാ കൊള്ളാം, സംഗതി കൊള്ളാം. സത്യം പറഞ്ഞാലോ ഇതാണ് കോളം ഇങ്ങോട്ട് വരുന്നതിൻ്റെ.
ഈ കോലത്തിലാണ് ഇതൊക്കെ ഇട്ടിട്ട്. വേർത്ത് നനഞ്ഞ് കുളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ വെള്ളത്തിൽ കുളിച്ചിട്ടുണ്ട്. മഴ പലരും പറഞ്ഞിട്ടുണ്ട് എനിക്കിത് കയറാൻ പറ്റില്ല, എന്നെ കൊണ്ട് ഇത് പറ്റൂല, പൂവനത് കൊണ്ട് പറ്റൂല, ഈ തടി കൊണ്ട് പറ്റൂല, പോണോലും എന്നെ കൊണ്ടുപോയിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോൾ അത് കയറാൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടുണ്ടാവും കയറാൻ. ബുദ്ധിമുട്ടില്ലാതെ സംഗതി ഇല്ല. ബുദ്ധിമുട്ടുണ്ടായാലും നമുക്ക് സംഗതി എന്ത് ചെയ്യും, കാണാൻ എന്താക്കാനേ പറ്റുള്ളൂ. ശരിയല്ലേ? കഷ്ടപ്പെടണം, കഷ്ടപ്പെട്ടാലേ എത്തുള്ളൂ. സത്യം പറഞ്ഞ കിതച്ചിക്കണേ, നല്ലോണം കിതച്ചിക്കണേ. ഹൃദയമിടിപ്പ് എന്ന് പറഞ്ഞാലേ അങ്ങ് പീക്കിലിടിച്ചിക്കണേ. നെഞ്ചത്ത് ഗെജ്ജത്തല്ലേ പിന്നെ കുടു 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 ശബ്ദം കേൾക്കും. പിന്നെ ഈ വൈറ്റ് കണ്ട് ആരും കോടാന്ന് വിചാരിക്കണ്ട, അതിൻ്റെ ഫോണിൻ്റെ പ്രത്യേകതയാണ്. ഇതായിരുന്നേ ഓ ഈ പോയിന്റിൽ നിന്നും കണ്ടേന്നും അവിടുന്ന് ഒരു കയറ്റം കയറി കൊണ്ട് നമ്മളെ നല്ലൊരു ഗ്രിപ്പുള്ള പുതിയ ചെരുപ്പ് വാങ്ങിയിട്ട് കടയുന്നു. ആ ചെരുപ്പ് ആ ചേൽക്ക് കാലിലിട്ടിട്ട് ഞാൻ ഇറങ്ങിയതാണ്. ഇത് സന്തോഷം മക്കളെ. ഇങ്ങനത്തെ കല്ലും മുട്ടിയും കുഴിച്ചും നെജ്ജും മക്കളുടെ മണ്ണിൽ കൂടെ ഇങ്ങനെ നമ്മൾ നടന്നിങ്ങനെ പോണത് ഉണ്ടോ? വാ, ഒരു സംഗതി നമ്മൾ റീലോ ഒരു ചെറിയ കഷ്ണം വീഡിയോ കണ്ടിട്ട് ജഡ്ജ് ചെയ്ത് പോകാൻ പാടില്ല. അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ പോയിൻ്റ്. ജഡ്ജ് ചെയ്ത് പോയതിൻ്റെ വശാലും ഞങ്ങളെ വണ്ടി ഞങ്ങൾക്ക് കയറ്റാൻ പറ്റിയില്ല. പഴയ വണ്ടി ആയതുകൊണ്ടും വെയിറ്റ് കൂടി ഞാനായതുകൊണ്ടും കയറാൻ പറ്റില്ല എന്നെല്ലാവരും പറയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് കയറാൻ പറ്റുന്നില്ല, എങ്ങനെയാണ് ആ റൂട്ട്, എന്തുകൊണ്ട് കയറാൻ പറ്റുന്നില്ല ഒന്നും ആരും പറഞ്ഞില്ല. ഇതിപ്പോൾ കയറണം കണ്ടോ, ഇത് ഫുഹാണ് കയറണത്, വേറെ ആരുമില്ല. ഓക്കെ, ഈ പെയ്യണ മഴയെത്തും ഈ കാറ്റിലൂടെ ഈ വെള്ളം പെയ്യുന്ന തുള്ളികൾക്കിടയിലൂടെ ഈ വീഡിയോ എടുക്കണ എൻ്റെ ഫോണിനെ ഞാൻ ആദ്യമേ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. അയ്യാ എന്താ പറയുക, അനുമോദം കൊടുത്തു കൊള്ളുന്നു. ആൻഡ്രോയിഡാ, ഐഫോൺ പോലെയല്ല. ഈ വെള്ളത്തും മഴയിലൊന്നും ഫോൺ ഇതുവരെ ചത്തിരില്ല. പഠിച്ചവൻ്റെ അനുഭവം കൊണ്ട് ഞാൻ ഉണ്ടടാ, ഞാൻ വരുന്നോ ചെങ്ങായി നേരത്തെ മുന്നിൽ കയറിപ്പോയിന്. നമ്മൾ വീഡിയോ എടുത്ത് പതുക്കെ പോണുള്ളൂ. കോട്ട് വിട്ട് കാടുവഴികൾ താണ്ടി ഉള്ളിലേക്ക് കാട് വഴി കാട് വഴി. ഇവിടെയൊക്കെ ആരാണോ വഴി തെറ്റി വെളിച്ചുണ്ടാക്കിയല്ലേ. നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ ഇതിൻ്റെ മുകളിൽ നിന്ന് വ്യൂ പോയിൻ്റ് കാണാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി. എന്നുവെച്ചാൽ ഇപ്പം നിൽക്കുന്നതിനാടി മുകളിൽ നിന്ന് വ്യൂ പോയിൻ്റ് നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നത്. പോണ വയ്യ തന്നെ കാണുകയല്ലോ വാപ്പ. ഇവിടെ വയ്യുണ്ടെന്ന് ആർക്കും അറിയാം, അങ്ങനത്തെ ഒരു വയ്യൊക്കെ ഉണ്ട് ഇവിടെ. കാട് തന്നെ കാട്, നടക്കുക തന്നെ നടക്കുക, നേരെ നടക്കുക. ഞാൻ എൻ്റെ ചെരുപ്പിനെ സമ്മതിച്ചിട്ടോ, നല്ല ഗ്രിപ്പ് പറഞ്ഞാൽ പക്ക ഗ്രിപ്പ്. ആൾക്കാരുണ്ട് ചെരുപ്പാ അവിടെയുള്ള ഗ്രിപ്പുള്ള സാധനം. വജ്ജ് നടന്ന് എവിടെ എത്തിയാലോ നമ്മൾ ഈ പോയിൻ്റ് കയറിയ വഹിക്കാൻ എത്തി. വെച്ചാൽ വ്യൂ പോയിൻ്റ് കയറി വേറെ ഏതോ ഒരു ബജ്ജൊക്കെ എത്തി. ഇവിടെ കൂടെ വേറെ ഏതൊക്കെയോ ബജ്ജൊക്കെ ഉണ്ട് ഇതിലേക്ക് വരാൻ. ഈ വഴിക്കൂടെയും വരാം, കാട് കൂടെ വെട്ടി തെളിച്ചങ്ങോട്ട് പോയാൽ മതി. നമ്മൾ പോയത് പക്ഷേ വേറൊരു വഴിക്കൂടി. പക്ഷേ നമ്മൾ പോയ വഴി തന്നെ രസം കേട്ടോ. ഈ വയനാട്ടിൽ പോയ വഴി തന്നെ രസം. കയറ്റം ഉള്ളിൽ കയറി കഴിയണം. കയറ്റം കയറി ഇങ്ങോട്ട് വന്നപ്പം മഞ്ഞൊക്കെ മൂടി കിടക്കും. മാഷാ അല്ലാഹ്,
ഇപ്പോൾ ഇവിടെ പോണേ ഞാൻ വിചാരിച്ചാൽ എന്താ പറയുക ആദ്യം തിരിച്ച് റിട്ടേൺ അതുപോലെ നമ്മൾ കയറി വന്ന വഴി ഉണ്ടല്ലോ എന്ന് വെച്ചാൽ വ്യൂ പോയിൻ്റ് കയറി വന്ന വഴി ഉണ്ടല്ലോ അതാ വിചാരിച്ചിട്ട് ഞാൻ വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ ഇവിടെ കോട മൂടി കിടക്കുന്നുണ്ട്, ആകെ പച്ചപ്പ് ഇങ്ങനെ മൂടി കിടക്കുന്നുണ്ട്. ആകെ ഒരു പച്ചപ്പും കോടമേ നല്ല വൈബ്. ആരൊക്കെ കൂക്കിയൊക്കെ ഇട്ടുണ്ട്. ഓ രസമുണ്ട്. വയനാട് തേയിലത്തോട്ടത്തിൽ കൂടെ പോണ പോലെ നമ്മുടെ നാട്ടിലെ വെച്ചിട്ട് ഇങ്ങനൊരു ഏരിയ. മാഷാ അല്ലാ, അവിടെ നിന്ന് കോട ഒന്നും കാണില്ല പപ്പ. ഞാനീ നടക്കണം കോടൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ്. ഓയ് ഒന്ന് വെച്ചോ എടാ ആൾക്കൊക്കെ കേറണതൊക്കെ പോയി സാധനം അടിയിൽ കണ്ടപ്പോൾ പ്രതീക്ഷിക്കുക. കേറന്നെ കേറ തുടങ്ങിയതാന്ന് അങ്ങനെ ആരംഭിക്കലാമാന്നാണ് ഈ 114 കിലോമീറ്ററേ. ഞാനൊന്ന് നോക്കട്ടെ ഇത് കയറോ ഇല്ലേന്ന്, എന്നിട്ടല്ല അതിൻ്റെ ബാക്കി. ഇൻഷാ അല്ലാ കയറും, പറ്റുന്നുള്ള വിശ്വാസത്തിൽ കയറാണ്. ഇതുവരെ കയറാനാദ്യം ഇനിയുണ്ട് കയറാൻ. കമോൺ ഡു ഇറ്റ്. കമ്പും ചുള്ളിയിട്ടൊക്കെ ഓരോരുത്തർ കയറണുണ്ട്. നമ്മളടുത്ത് ഒരു ചുള്ളി കഷ്ണം പോലും ഇല്ല കേട്ടോ വേറെ ആരും. ഈ ഒരു തടിയും കാര്യങ്ങളുണ്ടായതൊക്കെ നല്ല കിതപ്പുണ്ട്. മറ്റോ ആരെ കയറി പോകുന്നുണ്ട്. മുഖം ചെല്ല ഇവിടെ ഒരു വജ്ജുണ്ട്, ഈ കാട്ടിനുള്ളിൽ കൂടെ കയറി എത്തങ്ങായെന്ന് തോന്നുന്നു. പാറപ്പുറത്ത് കൂടെ പോകണം. ചെങ്ങായി പറഞ്ഞ് എത്തിയെന്ന്. ഈ പാറ എടുക്കുക കൂടെ കയറണം. കമോൺ. ജിമ്മിൽ പോകുമ്പോൾ വെയിറ്റ് എടുക്കാൻ വേണ്ടി മോട്ടിവേഷൻ കൊടുക്കൂലേ, കമോൺ. അതുമാതിരി എന്താ വെച്ചാൽ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യെ ഞാൻ നിലത്ത് കുത്തി എടുക്കണുള്ളൂ, ബാക്കി 2 കാലും. അതാ രസം. ഒറ്റ കൈ 2 കാല് ഒരു കൈ ക്യാമറ കയറി കുറങ്ങും പോലത്തെ ഒരു ചെക്കൗട്ട് ഇട്ട് കയറി വലിയൊരു പാറ. പോയി വലിയൊരു പാറ. ഇവിടുന്ന് തന്നെ കയറും. ആണ് അവസ്ഥ. ഫുള്ള് കോട മുടി. ഇപ്പം അറമ്പന്ന് വീണാൽ നോക്കണം ഒക്കെ എവിടെയെങ്കിലും ഉണ്ടാവും അടിയിലെവിടെയും കോട മൂടി കിടക്കണേ. ഇവിടെ വല്ല നമ്മളെ സമീപൻ്റെ എഴുതിയൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും കാണുന്നില്ല. പോയി അടിയിൽ നിന്ന് കണ്ട വ്യൂ മാത്രമേ കണ്ടുള്ളൂ. ഫുള്ള് കോട കോട അങ്ങനെ പോയി വരുന്നുണ്ട്, പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടാൽ മതി, കണ്ടാൽ നല്ല രസമുണ്ടാവും. രസമുണ്ട്. ആരാ പറഞ്ഞ എൻ്റെ കൂടെ കയറാൻ പറ്റില്ല? ആരോടാ പറഞ്ഞു? ഇവിടെ കയറിയില്ലേ? ഇവിടെ കയറാൻ പറഞ്ഞാൽ കയറിയോ? കയറാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി കയറണം. കയറിയിട്ട് പറയണം എന്നാൽ കയറി കഴിഞ്ഞേന്ന്. ഹലോ, ഇതാണ് പൂ. കണ്ടോ? പിന്നെ കാണണ്ടോ?
ആരെ പറഞ്ഞ് കയറാൻ പറ്റില്ലെന്ന്. പറ്റും, നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ കയറാൻ പറ്റും. എബ്രാനെ സഹായി കണ്ടോ, അവിടെ അങ്ങനെ കയറി ഇരിക്കാൻ അവിടെ. ഇത് ഫോണിൻ്റെ കോഡ് തന്നെ, വേറെ നോക്കണ്ട. കയറാൻ കൂടെ പോട്ടെ ചോദിക്കുമ്പോൾ കൂട്ടില്ല എന്നാൽ മതി. പിന്നെ ഏതാ എൻ്റെ കൂടെ ഒരു കുരിപ്പും കൂടെ ഉണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടി മാഷല്ലാ അൽഹംദുലില്ലാ താത്തായിട്ട് കയറി. നമ്മളാര് പറഞ്ഞാൽ കേട്ടിട്ടും കാര്യമില്ല. നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ പോയി കയറാം, അത്രേ പറയാനുള്ളൂ. ആരിങ്ങനെ നിരുത്സാഹപ്പെട്ടിട്ടും കാര്യമില്ല. നമ്മളൊക്കെ പറ്റും വിചാരിച്ചാൽ നമ്മളൊക്കെ പറ്റും. അത് കയറി മോനെ പറ്റൂല എന്ന് പലരും പറഞ്ഞു. വരുന്ന വഴിക്ക് വരെ ഒരു കാക്ക പറഞ്ഞേ എന്നെക്കൊണ്ടൊന്നും പറ്റൂല മോനെ, എന്നെക്കൊന്നും പറ്റൂല എന്നാണ് പറഞ്ഞത്. പക്ഷെ പറ്റി. ഞാനാരാ മോൻ. അപ്പോൾ അതോടെ പൂവിൻ്റെ വ്ളോഗോടെ അവസാനിപ്പിക്കാം കേട്ടോ. ഇനി ഇറങ്ങുന്ന വ്ളോഗും വീഡിയോ ഒന്നും ഉണ്ടാവില്ല. ബൈ.